ജോണി അന്തോണി, ജോണി ആന്റണി. ഫിലിം ഡയറക്ടർ ജോണി ആന്റണി ആണോ സാറേ? മോനെ കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കും. സാർ ലോക്കപ്പിൽ കിടന്ന് വാങ്ങിയിട്ടുണ്ട്. എന്തൊരു നാറ്റോണെന്നറിയാവോ? എന്റെ അച്ചായ ഇവളുടെ ആട് ബിരിയാണി. ഇങ്ങനെ കണ്ടപ്പോ പക്ഷെ വഴിയുണ്ട്. ചായ മാറ്റാം, കാണിച്ചു തരാം. സാറേ പുള്ളി ഇപ്പൊ അഭിനയം തുടങ്ങിയിട്ടുണ്ട്. ഇനി പറ കേക്കട്ടെ. ഇനി വരുമ്പോ ഇത് മര്യാദക്ക് എഴുതിക്കൊണ്ട് വന്നോ, ഇല്ല ജിമ്മി കിടന്ന് ത്രെഡ്മില്ലേക്ക് ഓടിക്കും ഞാൻ. ആൾക്കാർ മുഴുവൻ നിങ്ങളെ കുറിച്ച് ഒടുക്കത്തെ പ്രതീക്ഷയില്ല. മൈസൺ, എങ്ങനെ പോകുന്നു നിന്റെ ബിസിനസ് ഒക്കെ? ഈ ചുരിദാർ മഴ അവിടുന്ന് സമ്മാനോ? എന്റെ വീട്ടിൽ നിന്ന് ഇല്ലാത്ത ശബ്ദം വരുന്ന പറഞ്ഞ് നിങ്ങൾ ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ. ഇതിലിപ്പോ നിങ്ങൾക്ക് മാത്രമേ ഒച്ച വെക്കാം. ഞാൻ കയ്യിലൊക്കെ തൊഴിലുറപ്പൊന്നും ജീവിക്കുന്നു അവിടുന്ന്. അതെ എന്തിനാ നിങ്ങൾ ഇറക്കൻ ഒച്ച? നീ എന്ത് ശബ്ദമാണോ കേൾക്കുന്നേ? വരുമല്ലോ അല്ലേ അണ്ണാ? ഞങ്ങളുടെ റിയൽ ലവാ, സമയം പറഞ്ഞാൽ മതി. അവിടെ നിനക്കൊരു മോളുണ്ടെങ്കിൽ നിന്നെ പോലെ എത്ര കെട്ടിച്ചു കൊടുക്കും. ഇവിടെ എല്ലാം ഒരുമാതിരി തലഞ്ഞാണല്ലോ. നിങ്ങളിങ്ങനെ ലുക്ക് നോക്കിയാപ്പാ ആകെ നരച്ചിട്ട്. നരച്ചിട്ടല്ലടാ നമ്മുടെ തല മാസമായത്. ഞാൻ എൻ്റെ മോളെ ഇങ്ങോട്ട് കെട്ടിച്ചയച്ചത് ഹോട്ടലിൽ പണിയെടുക്കാനല്ല. എന്ന് വെച്ചാൽ അവിടെ ജീവിതം കുട്ടിച്ചോറാക്കാന്ന് വിചാരിക്കണ്ട. നിനക്കിഷ്ടമല്ല അവിടെ വീഴ്ചയ്ക്ക്. ഞാനവർക്ക് വേറെ ജീവിതം കണ്ടെത്തിക്കൂടാ. ചന്ദ്ര, ഈ അലവലാദികൾ പറഞ്ഞു കേട്ടിട്ട് ഇപ്പൊ ഇവരെ കൊണ്ട് ഈ മരിച്ച വീട്ടിൽ നിന്ന് ഇറങ്ങി പോണത് എടപ്പഴത്തരമാണ് കേട്ടാ. ചന്ദ്ര, ഞാൻ പറയണത് നീ ഒന്ന് കേള്. നിനക്കിപ്പോൾ ബോധമില്ല. ഞാൻ തന്നിരിക്കുന്ന സാധനം നീ അടിച്ചിട്ടുള്ള കാര്യം എനിക്കറിയാം. അത് കഴിച്ചിട്ട് ഒരുമാതിരി ബോധമില്ലാതെ കാര്യശേഷിയില്ല സംസാരിക്കില്ല. എന്റെ കരിയറിലെ ബെസ്റ്റ് അടിയായിരുന്നു ഇത്. മക്കൾ എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സിനിമയിലെ ലാൽവൽസിനെയും രഞ്ജി പഠിക്കണേ പോലെ അത്ര നല്ല തന്ത്രമൊന്നും അല്ലേ. എന്താണെന്നറിയില്ല, എന്നെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്.